ബഹുമാന്യനായ അധ്യക്ഷൻ കോടിയേരി ബാലകൃഷ്ണൻ, MD ഗോവിന്ദൻ മാസ്റ്റർ, ശിവകുമാർ, CP നാരായണൻ, DB പരമേശ്വരൻ, ഗോപി നാരായണൻ, പ്രിയപ്പെട്ട സ്നേഹിതരെ, സഖാക്കളെ, നഴിക്കോടൻ ദിനമാണ്. ചിന്ത പബ്ലിഷേഴ്സിൻ്റെ വാർഷിക പുസ്തകോത്സവം തുടങ്ങുന്ന ദിവസവുമാണ്. അതുമായി ബന്ധപ്പെടുത്തിയാണ് സഖാവ് MD ഗോവിന്ദൻ മാസ്റ്റർ എഴുതിയ കാട്ടുകയറുന്ന ഇന്ത്യൻ മാവോവാദം എന്ന പുസ്തകത്തിൻ്റെ പ്രകാശന ചടങ്ങിൽ നടന്നു. ഈ ചടങ്ങിൽ സമർപ്പിക്കാനും പുസ്തകം പ്രകാശനം ചെയ്യാനും കഴിഞ്ഞതിൽ എനിക്ക് അഭിമാനവും സന്തോഷമുണ്ട്. ഈ പുസ്തകം വളരെ ആഴത്തിലുള്ള പഠനത്തിൻ്റെയും ചിന്തയുടെയും ഉൽപ്പന്നമാണ്. ഈ പുസ്തകത്തിൽ ലോക കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലെ ആശയ സമരങ്ങളെ സൂചിപ്പിക്കുന്നുണ്ട്. റിവിഷനിസത്തിനും സെക്ടേറിയനിസത്തിൻ്റെ എതിരായ ദീർഘകാലത്തെ പോരാട്ടത്തിലൂടെയാണ് ലോക കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ ശരിയായ നിലപാടുകളിലേക്ക് എത്തിച്ചേരുന്നത്. ഒരിക്കലും ശരിയായ നിലപാടുകളിൽ എത്തിച്ചേർന്നതുകൊണ്ട് മാത്രം തെറ്റായ ആശയഗതിക്കെതിരായിട്ടുള്ള പോരാട്ടം അവസാനിക്കുന്നില്ല. സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ റിവിഷനിസത്തിൻ്റെയും സെക്ടേറിയനിസത്തിൻ്റെയും കടന്നാക്രമണങ്ങൾ ഉണ്ടാവാം. ആ നിലയിൽ ലോക കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ചരിത്രമാകെ ശരി നിലപാടുകൾക്ക് വേണ്ടിയിട്ടുള്ള ആശയ സമരത്തിൻ്റെ ചരിത്രമാണ്. അതിൽ പ്രധാനപ്പെട്ട പല സംഭവങ്ങളും ഈ പുസ്തകത്തിൽ സഖാവ് ഗോവിന്ദൻ മാസ്റ്റർ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതുമാത്രമല്ല, ഇന്നിപ്പോ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ രൂപീകരണം കഴിഞ്ഞിട്ട് 100 കൊല്ലം തികയുകയാണ്. ഈ 100 കൊല്ലക്കാലം ഏതെല്ലാം തെറ്റായ ആശയങ്ങൾക്കെതിരായി നടത്തിയ പോരാട്ടത്തിലൂടെയാണ് ഇന്നത്തെ നിലപാടിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് എത്തിച്ചേർന്നിരിക്കുന്നത്. ഒട്ടനവധി തെറ്റായ ആശയഗതികൾ, അതിൽ റിവിഷനിസത്തിന്റെ ആശയഗതിയുണ്ട്. ആ റിവിഷനിസവുമായി വേർപിരിഞ്ഞാണ് 1964 കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് എന്ന തരത്തിൽ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം പുനഃസംഘടിപ്പിച്ച് പ്രവർത്തനം ആരംഭിക്കുന്നത്. അതിനുശേഷവും റിവിഷനിസത്തിന്റെ സ്വാധീന ശക്തി ആശയങ്ങളെയും പ്രവർത്തനങ്ങളെയും സ്വാധീനിക്കാൻ ശ്രമം നടത്തിയിട്ടുണ്ട്. അതുപോലെ സെക്ടേറിയനിസത്തിന്റെ സ്വാധീന ശക്തി ആശയങ്ങളെയും പ്രവർത്തനങ്ങളെയും സ്വാധീനിക്കാൻ ശ്രമം നടത്തി. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പോരാട്ടത്തിന്റെ കഥ സഖാവ് ഗോവിന്ദൻ മാസ്റ്റർ ഈ പുസ്തകത്തിൽ വിവരിച്ചിട്ടുണ്ട്. 1968 ബർദ്വാനിൽ നടന്ന പ്ലീനത്തിന്റെ കാര്യം. 1964 റിവിഷനിസവുമായി വേർപിരിയുന്നത് ഇന്ത്യയിലെ സാഹചര്യങ്ങളെ സംബന്ധിച്ചുള്ള അഭിപ്രായഗതികൾ, ഇന്ത്യയുടെ വിപ്ലവത്തിന്റെ ഘട്ടം സംബന്ധിച്ചുള്ള കാഴ്ചപ്പാട്, ഇന്ത്യൻ ഭരണകൂടം സംബന്ധിച്ചുള്ള കാഴ്ചപ്പാട്, അണിനിരത്തേണ്ട വിപ്ലവ ശക്തികളെ സംബന്ധിച്ചുള്ള കാഴ്ചപ്പാട്, ആ വിപ്ലവ ശക്തികളുടെ നേതാവായിരിക്കണം എന്നത് സംബന്ധിച്ചുള്ള ഈ തർക്ക പ്രശ്നങ്ങൾക്കെല്ലാമാണ് 1964 തീർച്ചയായും. പക്ഷേ ലോക കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനകത്ത് തന്നെ റിവിഷനിസത്തിന്റെ ആശയഗതികൾ അന്ന് വളരെ കരുത്തായി നിലനിന്നിരുന്നു. സെക്ടേറിയനിസത്തിന്റെ ആശയഗതികൾ വളരെ ശക്തിയായി നിലനിന്നിരുന്നു. അതിന്റെ സ്വാധീന ശക്തി ഇന്ത്യയിലും ഉണ്ടായിരുന്നു.
യഥാർത്ഥത്തിൽ ഈ രണ്ട് തെറ്റായ പ്രവണതകൾക്കുമെതിരായി പോരാട്ടം നടത്തി ശരി നിലപാടിൽ എത്തിച്ചേരുന്ന സമ്മേളനമാണ് ബർദ്വാനിൽ നടന്ന പ്ലീനം. ആ പ്ലീനത്തിൽ നടന്ന പ്രധാനപ്പെട്ട വിവാദ വിഷയങ്ങൾ സഖാവ് ഗോവിന്ദൻ മാസ്റ്റർ വളരെ സമർത്ഥമായി ഈ പുസ്തകത്തിൽ വരച്ചു കാട്ടിയിട്ടുണ്ട്. അതിനുശേഷമുള്ള പ്രധാനപ്പെട്ട സമരങ്ങൾ, ആ സമരങ്ങളിലൂടെ ശരി നിലപാടിലേക്ക് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എത്തിച്ചേരുന്നത്, അതും സഖാവ് ഗോവിന്ദൻ മാസ്റ്റർ വളരെ നന്നായി തന്നെ ഈ പുസ്തകത്തിൽ വിവരിച്ചിട്ടുണ്ട്. അതോടൊപ്പമാണ് എന്താ മാവോവാദം? മാവോവാദം എന്ത് കാരണത്താൽ മാർക്സിസം അല്ല, എന്ത് കാരണത്താൽ മാവോയുടെ ചിന്താഗതികളുമായും ഇതിന് യാതൊരു പുനബന്ധവുമില്ല. ഇത് ഈ പുസ്തകത്തിൽ സഖാവ് ഗോവിന്ദൻ മാസ്റ്റർ വിശദീകരിച്ചു. അത് മാത്രമല്ല, 60കളിലും 70കളിലും 80കളിലും എല്ലാം ഉണ്ടായ നക്സലൈറ്റ് വിഭാഗമുണ്ട്. അതുപോലെ തീവ്രവാദ നിലപാടെടുത്ത പല കമ്മ്യൂണിസ്റ്റ് ഗ്രൂപ്പുകളുമുണ്ട്. അത്തരം കമ്മ്യൂണിസ്റ്റ് ഗ്രൂപ്പുകളുമായി പോലും ഈ ആധുനിക മാവോയിസ്റ്റുകൾക്ക് 2004 രൂപം കൊണ്ട ഈ ആധുനിക മാവോയിസ്റ്റുകൾക്ക് യാതൊരു ബന്ധവുമില്ല. അക്കാലത്തെ തീവ്രവാദത്തിന്റെ പാരമ്പര്യം പോലും അവർക്ക് അവകാശപ്പെടാനാവില്ല. അക്കാര്യവും സഖാവ് ഗോവിന്ദൻ മാസ്റ്റർ ഈ പുസ്തകത്തിൽ വിവരിക്കാൻ ശ്രമിക്കുന്നു. ഈ മാർക്സിസം എന്നുള്ളതൊരു മന്ത്രമല്ല, അതൊരു ശാസ്ത്രമാണ്. 19ാം നൂറ്റാണ്ടിലാണ് അത് ഉയർന്നു വന്നത്. ശാസ്ത്രം എന്ന് പറഞ്ഞാൽ തന്നെ ഉയർന്നു വന്ന കാലത്ത് നിലപാടിൽ തറച്ചു നിൽക്കുന്നതല്ല, ശാസ്ത്ര പ്രയോഗത്തിനാണ്. ആ പ്രയോഗത്തിലെ അനുഭവങ്ങളെ ഉൾച്ചേർത്ത് ശാസ്ത്രം വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ശാസ്ത്രത്തിന്റെയും അനുഭവം അങ്ങനെയല്ലേ. ഊർജതന്ത്രം, രസതന്ത്രം, അതുപോലെ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് പ്രയോഗമാണ്. ആ പ്രയോഗത്തിലൂടെ ഉണ്ടാവുന്ന അനുഭവങ്ങളെ ഉൾപ്പെടുത്തി നിരന്തരം വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു മാർക്സിസം എന്നത് ഏറ്റവും വികസിച്ച സാമൂഹ്യ ശാസ്ത്ര, ആ നിലയിൽ മറ്റെല്ലാ ശാസ്ത്രത്തിന്റെയും സ്വഭാവത്തോടെയാണ്. 19ാം നൂറ്റാണ്ടിൽ അന്ന് വരെ സാമൂഹ്യ വളർച്ച സംബന്ധിച്ച, സാമൂഹ്യ വികാസം സംബന്ധിച്ച എല്ലാ ധാരണകളെയും പരിശോധിച്ചുകൊണ്ടാണ് മാർക്സിസത്തിന് രൂപം നൽകുന്നത്. അവരുടെ കാലത്ത് തന്നെ ലോക സാഹചര്യങ്ങളുടെ, ലോക സംഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ അവർ തന്നെ മാർക്സിസം വികസിപ്പിക്കുകയുണ്ടായി. മാർക്സിന്റെയും എംഗൽസിന്റെയും പുസ്തകങ്ങൾ വായിച്ചാൽ നമുക്കത് കാണാൻ കഴിയും. 1840കളിലെ മധ്യഭാഗത്താണ് ഏതാണ്ട് ഉയർന്നു വരുന്നത്. അവിടെയല്ല പല പുസ്തകങ്ങളും പിൽക്കാലത്ത് അതിനെ വികസിപ്പിച്ചുകൊണ്ടുള്ള നിലപാടിലാണ്. 1848ലാണ് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ. ആ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ ഒരു 10-25 കൊല്ലം കഴിഞ്ഞപ്പോ മാർക്സും എംഗൽസും തന്നെ പറഞ്ഞു, പലതും ഇനിയും മാറ്റം വരുത്തേണ്ടതുണ്ട്, വികസിപ്പിക്കേണ്ടതുണ്ട്. 1871 പാരീസ് കമ്മ്യൂണിന്റെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിൽ ഒരു വലിയ കൂട്ടിച്ചേർക്കൽ വരുത്തി. ഭൂപ്രഭുവർഗത്തിന്റെ ഭരണകൂടം അതുപോലെ നിലനിർത്തിക്കൊണ്ട് സോഷ്യലിസം കെട്ടിപ്പിടിക്കാനാവില്ല, തച്ചു തകർക്കണം. ആ നിലയിലുള്ള ഒരു പുതിയ കൂട്ടിച്ചേർക്കൽ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയുടെ മുഖവരയിൽ ചേർത്തുകൊണ്ടാണ് മാർക്സും എംഗൽസും അതിനെ വിവരപ്പെടുത്തി. അതുപോലെ മാർക്സിന്റെ പിൽക്കാല പുസ്തകങ്ങൾ എംഗൽസിന്റെ ഈ മാർക്സിസം വികസിക്കുന്നത് കാണാം.
അതുകൊണ്ടാണ് ഞങ്ങൾ എപ്പോഴും പറയുന്നത് ഇതൊരു മന്ത്രമല്ലേ. ആശയവാദികൾ ബൈബിളിനെ കാണുന്നത് പോലെ, ഖുറാനെ കാണുന്നത് പോലെ, ഗീതയെ കാണുന്നത് പോലെ ശാശ്വത സത്യങ്ങളുടെ സമാഹാരമാണ്. ഇനി ഒന്നും ഇതിൽ നിന്ന് കുറയ്ക്കാനില്ല, കൂട്ടാനില്ല. ഇതല്ലേ ഞങ്ങളുടെ കാഴ്ചപ്പാട്. ഇതൊരു ശാസ്ത്രമാണ്. എല്ലാ ശാസ്ത്രത്തെയും പോലെ ഉണ്ടാവുന്ന മാറ്റത്തിന്റെ അടിസ്ഥാനത്തിൽ, പ്രയോഗത്തിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാവുന്ന അനുഭവങ്ങളെ ചേർത്തുകൊണ്ട് ഇതിനെ വികസിപ്പിക്കേണ്ടതുണ്ട്. ആ നിലയിൽ വികസിപ്പിക്കാനാണ് ലോകത്തിലെ എല്ലാ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരും പരിശ്രമിച്ചത്, എല്ലാ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും ഇന്ന് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനോടെല്ലാം തികച്ചും മുഖം തിരിഞ്ഞ നിലപാടാണ് ഈ ആധുനിക മാവോയിസ്റ്റുകളെന്ന് സ്വയം വിളിക്കപ്പെടുന്ന ഈ ആളുകൾ എടുക്കുന്നത്. ഇപ്പോ മാർക്സിസം മുതലാളിത്തത്തിന്റെ വളർച്ചയുടെ ഒരു ഘട്ടത്തിൽ ഉയർന്നു വന്ന ഒന്നാണ്. മുതലാളിത്തത്തിൽ വീണ്ടും മാറ്റമുണ്ടായി. സാമ്രാജ്യത്തായി മുതലാളിത്തം വളർന്നു. മുതലാളിത്തത്തിന്റെ അവസാന ഘട്ടമായിട്ടാണ് സാമ്രാജ്യത്വത്തെ വിശേഷിപ്പിച്ചത്. ആ സാമ്രാജ്യത്വ ഘട്ടത്തിൽ എങ്ങനെയാണ് മാർക്സിസം പ്രയോഗത്തിൽ വരുന്നത്? ആ വലിയ സംഭാവനയാണ് ലെനിൻ നൽകിയത്. അതാണ് പിൽക്കാലത്ത് മാർക്സിസം ലെനിനിസം എന്ന് വിളിക്കുന്നത്. അതുപോലെ ചൈനയാണ്. ലോക സാഹചര്യം മാത്രമല്ല, ചൈനയിലെ ആഭ്യന്തര സാഹചര്യവും വളരെ സങ്കീർണമാണ്. മറ്റു പല രാജ്യങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തമാണ്. ഈ വ്യത്യസ്തതകളെ കണക്കിലെടുത്തുകൊണ്ട് എങ്ങനെ മാർക്സിസം ചൈനയിൽ വിജയകരമായി പ്രയോഗിക്കണമെന്നതാണ് ചൈനയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അതിന്റെ മഹാനായ നേതാവ് മാവോ സേതുങ് പരിശ്രമിച്ചത്. എത്രയോ ഇടപെടലുകളിലൂടെയാണ് ചൈനയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെ അതിന്റെ കാഴ്ചപ്പാട് വികസിച്ചു കൊണ്ടുവന്നത്. ആദ്യം അവർ ശ്രമിച്ചത് 1920കളുടെ ആരംഭത്തിൽ റഷ്യയിലെ വിപ്ലവത്തിന്റെ മാതൃകയെ അതുപോലെ പകർത്താനാണ്. പരാജയപ്പെട്ടു. അങ്ങനെ കേട്ടെഴുതലല്ല, മറ്റൊരാൾ പറയുന്നത് എടുത്തു പറയലല്ല മാർക്സിസം. അത് സമൂർത്ത സാഹചര്യങ്ങളെ പറ്റിയുള്ള സമൂർത്തമായ വിലയിരുത്തലും അതിന്റെ അടിസ്ഥാനത്തിൽ കാഴ്ചപ്പാട് ഉയർത്തിക്കൊണ്ടുവരുന്നതുമാണ് മാർക്സിസം. ആ നിലയിൽ ചൈനയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം മാവോ സേതുങ്ങിന്റെ നേതൃത്വത്തിൽ അവിടുത്തെ പ്രാദേശിക പ്രത്യേകതകളെ കണക്കിലെടുത്തുകൊണ്ട്, സാർവദേശീയ സാഹചര്യങ്ങളെ കണക്കിലെടുത്തുകൊണ്ട് മാർക്സിസത്തെ വികസിപ്പിക്കാൻ തയ്യാറായി. അതാണ് വിജയകരമായ ചൈനീസ് വിപ്ലവത്തിൽ ചെന്നെത്തിയത്. ഇന്നും പല പരീക്ഷണങ്ങളും ചൈന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കറിയാം, സാംസ്കാരിക വിപ്ലവത്തിന്റെ പരീക്ഷണം, അതിനുശേഷമുള്ള തിരുത്തൽ, അതിനുശേഷം ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്ന പുതിയ പരീക്ഷണങ്ങൾ. ഇതൊരു പുതിയ ഒരു കെട്ടിപ്പടുക്കലാണ്. മാതൃകകളൊന്നുമില്ല. പല രാജ്യത്തിലെ സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ എടുത്തിട്ടുള്ള ചില തീരുമാനങ്ങളും നടപടികളാണ്. ചൈനയിൽ നിന്ന് വ്യത്യസ്തമായിരുന്നില്ലേ വിയറ്റ്നാമിലെ സമരം? തികച്ചും വ്യത്യസ്തമാണ് പല കാര്യങ്ങളിൽ. ഞാൻ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. കൊറിയ വ്യത്യസ്തമാണ്. ഇന്നിപ്പോ ലാവോസ് സോഷ്യലിസം കെട്ടിപ്പടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഈ രാജ്യങ്ങളിൽ നിന്നൊക്കെ തികച്ചും വ്യത്യസ്ത ഒരു രീതിയിലാണ് ലാവോസിൽ അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സോഷ്യലിസം കെട്ടിപ്പടുക്കാൻ ശ്രമിക്കുന്നത്. ഇതിൽ നിന്നെല്ലാം തികച്ചും വ്യത്യസ്തമായിരുന്നു ക്യൂബയിലെ വിപ്ലവം. ഒരർത്ഥത്തിൽ ഈ വിപ്ലവം നടക്കുന്ന കാലത്ത് 59 കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലേ അതിന്റെ നേതൃത്വത്തിൽ. സാമ്രാജ്യ വിരുദ്ധ പുരോഗമന ജനാധിപത്യ ശക്തികൾ കാസ്ട്രോയുടെ നേതൃത്വത്തിൽ. പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അവരും കൂടി ഒരുമിച്ച് ചേരുകയാണ് പിൽക്കാലത്തുണ്ടായത്. ആ നിലയിൽ ഓരോ രാജ്യവും ഓരോ മാതൃകയാണ്. ഇതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് അതിന്റെ കാഴ്ചപ്പാടായി എത്തിച്ചേരുന്നത്. മറ്റാരെങ്കിലും പറയുന്നത് പകർത്തിയെഴുതി വിപ്ലവം നടത്താനാവില്ല, ഏറ്റുപറഞ്ഞ് വിപ്ലവം നടത്താനാവില്ല. ഇന്നത്തെ ലോക സാഹചര്യങ്ങളെ പറ്റി, ഇന്ത്യൻ സാഹചര്യങ്ങളെ സംബന്ധിച്ച് സമൂർത്തമായി വിലയിരുത്തിക്കൊണ്ട്
വിപ്ലവ കടമകൾ നമുക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയും. ഈ സമീപനത്തെ സമ്പൂർണമായി നിഷേധിക്കുന്നതാണ് അന്ധവിശ്വാസികളുടെ, തികഞ്ഞ ആശയവാദികളുടെ മാർക്സിസ്റ്റ് വിരുദ്ധമായ സമീപനാണ് ഈ ആധുനിക മാവോയിസ്റ്റുകളെ സംബന്ധിച്ചുള്ളത്. കുലബന്ധം പോലും മാർക്സിസവുമായി അവർക്കില്ല. മാവോയുടെ ചിന്തകളുമായി കുലബന്ധം പോലുമില്ല. മാവോ ലോക കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് മറ്റൊട്ടനവധി സംഭാവനകൾ നൽകിയതുപോലെ മറ്റൊരു മഹത്തായ സംഭാവനയും നൽകി. അത് ജനകീയ നയം, മാസ് നയം, ജനങ്ങളിൽ നിന്ന് പഠിച്ച് ജനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ആ ഒരു സമീപനം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ പ്രവർത്തന ശൈലിയായി മാറ്റുന്നതിൽ മാവോസത്തുങ്ങിന്റെ സംഭാവന വളരെ വലുതാണ്. ഇതിന്റെ പരിപൂർണമായ നിഷേധമല്ലേ ഈ ആധുനിക മാവോയിസ്റ്റുകൾ? ഒന്നോ രണ്ടോ ആളുകൾക്ക് വിപ്ലവം നടത്താം. അതുകൊണ്ട് അവർക്ക് മാർക്സിസത്തെ പറ്റി പറയാൻ അവകാശമില്ല, മാവോയെ പറ്റി പറയാൻ അവകാശമില്ല. എന്തായാലും ഇവർ ചെയ്യുന്ന ജോലി സഖാവ് ഗോവിന്ദ മാസ്റ്റർ വളരെ സമർത്ഥമായി ഇതിനകത്ത് കൈകാര്യം ചെയ്തു. ആരാ അവരുടെ ഏറ്റവും വലിയ സാമ്പത്തിക സ്രോതസ്? മാസ്റ്റർ പറഞ്ഞിട്ടുണ്ട് ഈ പുസ്തകത്തിൽ, ഖനി മാഫിയകളാണ്. നമ്മുടെ രാജ്യത്തിലെ ആദിവാസി ജനവിഭാഗങ്ങൾ പാർക്കുന്ന പ്രദേശം ഏറ്റവും കൂടുതൽ ഖനികളുള്ള പ്രദേശമാണ്. അവിടെ വലിയ ചൂഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഖനി മാഫിയയുമായി ബന്ധപ്പെട്ട് അവരുടെ സാമ്പത്തിക സ്രോതസ് ഉപയോഗിക്കുന്ന ഒരു കൂട്ടരാണ് ഇവർ. അതുമാത്രമല്ല, സാമ്രാജ്യത്വ ശക്തികളുമായി അവർക്ക് ബന്ധമുണ്ട്, മത തീവ്രവാദ ശക്തികളുമായി അവർക്ക് ബന്ധമുണ്ട്. എല്ലാ ആധുനിക ചിന്താഗതിയെയും എതിർക്കുന്ന പോസ്റ്റ് മോഡേണിസം, ആ മോഡേണിസത്തിന്റെ അന്തരീക്ഷത്തെയും ഇവർ ഉപയോഗിക്കാൻ ശ്രമിക്കുന്നു. പോസ്റ്റ് മോഡേണിസം എന്ന് പറയുന്ന ഉത്തരാധുനികത എല്ലാ ശാസ്ത്രീയ നേട്ടങ്ങളെയും നിഷേധിക്കുന്നതാണ്, എല്ലാ പൊതു നിലപാടുകളെയും നിഷേധിക്കുന്നതാണ്, എല്ലാ കൂട്ടായ പ്രവർത്തനങ്ങളെയും നിഷേധിക്കുന്നതാണ്. ആ തരത്തിൽ അത് എല്ലാ പുരോഗമന ജനാധിപത്യപരമായ ആശയങ്ങൾക്കുമെതിരായി സാമ്രാജ്യത്വം വളരെ ബോധപൂർവ്വം സംഘടിപ്പിച്ചു കൊണ്ടുവരുന്ന ഒരു പുതിയ ദാർശനിക സമീപനമാണ്. ആ ദാർശനിക സമീപനത്തിൽ നിന്നും ആവേശം ഈ അത്യന്ത ആധുനികരായ ഈ മാവോയിസ്റ്റുകൾ എടുത്തുപയോഗിക്കുന്നത് നമുക്ക് കാണാനാണ്. അതുകൊണ്ട് ഇവർ സാമ്രാജ്യത്വത്തെയാണ് സഹായിക്കുന്നത്, നമ്മുടെ രാജ്യത്തിലെ കോർപ്പറേറ്റുകളെയാണ് സഹായിക്കുന്നത്, നമ്മുടെ രാജ്യത്തിലെ ചൂഷക വർഗങ്ങളെയാണ് സഹായിക്കുന്നത്. എല്ലാ പുരോഗമന ജനാധിപത്യ പ്രസ്ഥാനത്തിനും എതിരായ നിലപാടാണ് അവർ സ്വീകരിക്കുന്നത്. പുരോഗമന ജനാധിപത്യ പ്രസ്ഥാനത്തിനെതിരായി ആക്രമണം നടത്താനുള്ള സഹായക ശക്തികളായി ഇവർ മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ആ നിലയിൽ അറുപിന്തിരപരാണ് ഇവരുടെ സമീപനം. മാർക്സിസ്റ്റ് വിരോധപരമാണ് അവരുടെ സമീപനം. മാവോയുടെ ചിന്തകളെ പൂർണ്ണമായി നിഷേധിക്കുന്നതും എതിരായതുമാണ് അവരുടെ സമീപനം. അതുകൊണ്ടാണ് മാസ്റ്റർ അവരോട് പറയുന്നത്, അവരുടെ കൂട്ടത്തിൽ ചിലരെല്ലാം തെറ്റിദ്ധരിക്കപ്പെട്ട ആളുകൾ ഉണ്ടായെന്ന് വരാം. ആ തെറ്റിദ്ധരിക്കപ്പെട്ട ആളുകൾ കാര്യങ്ങൾ മനസ്സിലാക്കി തിരുത്താൻ തയ്യാറുണ്ടെങ്കിൽ യാതൊരു സംശയവുമില്ല, തിരുത്താൻ സഹായിക്കും. ആ നിലയിൽ തെറ്റിദ്ധരിക്കപ്പെട്ടവർ തിരുത്തി പൊതുജനാധിപത്യ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി വരാനാവണം. നേരത്തെ പറഞ്ഞ ശക്തികളെ സഹായിക്കുന്ന ആളുകൾ ഇന്നത്തെ നിലപാടുമായി അവർ മുന്നോട്ട് പോയിട്ട് വരാം. ആ നിലയിൽ ഇന്ന് പ്രധാനമായ എല്ലാ സൈദ്ധാന്തികമായ പ്രായോഗികമായ പ്രശ്നങ്ങളും പരാമർശിച്ചുകൊണ്ടാണ് ഈ കാട് കയറുന്നവരെ പറ്റി സഖാവ് ഗോവിന്ദൻ മാസ്റ്റർ ഈ പുസ്തകത്തിൽ അടയാളപ്പെടുത്തുന്നത്. ഇത്തരം അതുകൊണ്ട് ഇനിയും ഇത്തരം
ഗ്രന്ഥങ്ങൾ മാസ്റ്ററുടെ ഭാഗത്തു നിന്നും മാർക്സിസത്തിന്റെ കാഴ്ചപ്പാടും മാർക്സിസത്തിന്റെ പ്രയോഗത്തെയും ശക്തിപ്പെടുത്താൻ ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഗോവിന്ദൻ മാസ്റ്ററെ അഭിനന്ദിച്ചുകൊണ്ട് എന്റെ വാക്ക് ചുരുക്കുന്നു. നിങ്ങൾക്ക് എന്റെ അഭിവാദനങ്ങൾ.